കളിക്കുന്നവരുണ്ട്. ഫ്രണ്ട്സ്, നന്നായിട്ടുള്ളൊരു ഫിഷാണിത്. കാണാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. നീന്തുന്നൊന്നും ഇല്ല, ഭയങ്കര പേടിയാണ് ഫ്രണ്ട്സ്. സ്റ്റാർ ഫിഷ് അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. മുള്ളുപോലെ കണ്ട് ദേഹത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറെ കാണാൻ പറ്റും. നമ്മളാണെങ്കിൽ തൊട്ട് കൈയൊക്കെ തൊട്ട് വിളിച്ച് വന്നിട്ട് നമ്മൾ അടുത്തോലും അത് വരുന്നില്ല. നല്ല സൂപ്പർ സ്റ്റാർ ഫിഷ് എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്രണ്ട്സ്. ഒരു കുത്ത ഫ്രണ്ട്സ്, ഇത് പിന്നീട് അവിടെ ഞാനൊരു ഒരു ചെറിയ ആമയെ കണ്ടു. അത് ഇതിനെ പോലെ നീന്തുന്നൊന്നുമില്ലായിരുന്നു. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്താണ്. അവിടെ അതിമനോഹരം ഉള്ള കാഴ്ചകളുള്ള സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന തിരുമലകളല്ല, അതിനും ഭയങ്കരമായ കാഴ്ചകൾ ഇവിടെയുണ്ട്. നമുക്ക് ആ കാഴ്ചകൾ കണ്ടു നോക്കാം. നിങ്ങൾക്ക് അതെവിടെയാണെന്ന് അറിയണ്ടേ? ഇവിടെ നിന്ന് അധിക ദൂരമൊന്നും പോകണ്ട, വളരെ അടുത്ത് തന്നെയാണ്. നമ്മളെ ഇപ്പോൾ കാണാൻ പോകുന്ന സ്ഥലമാണ് വിഴിഞ്ഞം മറിയം അക്വേറിയം. ഇതിന്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഈ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായെങ്കിൽ നേരിട്ട് വന്ന് കാണുക. ടിക്കറ്റിന് 20 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങാം. ഇവിടെ കുറെ ഫിഷ് ഉണ്ട്. ആ ഫിഷിന്റെ പേരുകളെന്ന് പറഞ്ഞൂടെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കളേഴ്സ് ഒക്കെ അറിയാം. ബ്ലൂ, യെല്ലോ, ഓറഞ്ച് എല്ലാ കളേഴ്സിലുള്ള ഫിഷുകളുണ്ട്. മീൻ എന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത്. ഫ്രണ്ട്സ്, നന്നായിട്ടുള്ളൊരു ഫിഷാണിത്. കാണാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. നീന്തുന്നൊന്നും ഇല്ല, ഭയങ്കര പേടിയാണ് ഫ്രണ്ട്സ്. ഈ മീൻ കണ്ടോ, ഡാൻസ് കളിക്കുന്നവരുണ്ട്. അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. മുള്ളുപോലെ കണ്ട് ദേഹത്തൊക്കെ ഇരിക്കുന്നുണ്ട്.
ഫ്രണ്ട്സ്, ഇത് നല്ല മീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. ആ കുഞ്ഞു കുഞ്ഞു മീനുകൾ കരുവാടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ചിരി വരും കരുവാടുന്നൊക്കെ പറയുമ്പോ. ഇതേത് മീനാണെന്ന് എനിക്കറിയില്ല. കുറെ മീനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുള്ളി മീന് അപ്പൊ അവരെ അനങ്ങാതെ കിടക്കുകയാണ് ഒരു മീൻ. ഇതെന്തോന്ന് മീന്? കുഞ്ഞു കുഞ്ഞു മീനുകൾ നല്ല ഇഷ്ടമായി. ഞാൻ വാർത്താരെ കഴിയുമ്പോ തന്നെ എന്റെ വാർത്ത കൊണ്ടുപോയതാണ്. ഫ്രണ്ട്സ്, ഇത് വലിയൊരു സ്ഥലമാണ്. അതിൻ്റെ അകത്ത് കുറെ കുഞ്ഞു മീനുകളുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പോയാലും നല്ല സൂപ്പറാണ്, നന്നായിട്ടുണ്ട്. അതിന്റെ പുറത്തോട്ടൊരു കുറെ മീനുകളുണ്ട്. അതൊക്കെ നമ്മളെ കുഞ്ഞു പറഞ്ഞ വലിയ മീനാണ് പുറത്തുള്ളത്. ഇത് നമുക്ക് കുറെ കാണാൻ പറ്റും. നമ്മളാണെങ്കിൽ തൊട്ട് കൈയൊക്കെ തൊട്ട് വിളിച്ച് വന്നിട്ട് നമ്മൾ അടുത്ത പോലും അത് വരുന്നില്ല. നല്ല സൂപ്പറായിരുന്നു. നമ്മള് നന്നായിട്ട് കണ്ടു. അതിന്റെ അടുത്ത് തന്നെ ഒരു നമുക്ക് കാണാൻ പറ്റാത്തൊരു കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കിടക്കുകയായിരുന്നു. പിന്നെ വെള്ളയും കറുപ്പും കൂടെ ഉള്ള മിക്സ് ചെയ്തൊരു മീന്. പിന്നെയാണെങ്കിൽ ഒരു സ്റ്റാർ നേരത്തെ കണ്ടതാണ്. കൊറേ ഉണ്ടായിരുന്നു. ശംഖ് എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായി. പിന്നെ മുള്ളും പന്നി മീൻ എന്നാണ് ഈ മീനിനെ ഞാൻ വിളിക്കുന്നത്. ഇത് ഭയങ്കര പേടിയാണ് മീനൊക്കെ. പിന്നീട് കുറെ മീനുകൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെയാണെങ്കിൽ സ്റ്റാർ ഫിഷ് എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്രണ്ട്സ്. ഒരു കുത്തൊക്കെയുള്ള ഒരു മീന് എല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടം കുറെ ആയി. ഇതേപോലെയൊക്കെ വാങ്ങി പരിച്ച് തിന്നണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഉമ്മയാണ് തിരിച്ച് എനിക്ക് വലിയ ഇഷ്ടമായതൊക്കെ. നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല നല്ല ഇഷ്ടമായി. കൊഞ്ചിനെ കണ്ടു. പിന്നെ ഞാൻ നല്ല കൊഞ്ചായിരുന്നു. പിന്നെ അതില് ഒരു പാമ്പ് പോലത്തെ ഒരു മീന്. ഈ വലിയ പേടിയായ മീനിനെ കണ്ടിട്ട് ഒരു ഹാളില് കിടക്കുന്ന ഒരു ഹൗസില്. പിന്നീടാണ് ഭയങ്കര ഇഷ്ടമായി. പിന്നീട് എനിക്ക് പുറമെ കാഴ്ച കാണാൻ പോകുമ്പോ നിങ്ങള് നോക്കി എന്താണ് എന്റെ പുറത്തുള്ള കാഴ്ചകളെന്ന്. ഇത് ഭയങ്കര നല്ല 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 മീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്രണ്ട്സ്. പിന്നീട് കുറെ ഫിഷുകളൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് ചിരി വന്നു. പിന്നീട് വേറെ മീനുകളൊക്കെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും എല്ലാം കാണാം. കുറച്ച് മീനെ ഉറങ്ങുന്നുണ്ട്. എനിക്ക് ആ മീനൊക്കെ നമ്മള് വിളിച്ചു. എനിക്ക് തോന്നുന്നത് ആ മീൻ ചപ്പി കിടക്കുന്നെന്നാണ്. എനിക്ക് ഭയങ്കര ചിരി വന്നു. പിന്നെ അവിടെ ഒരു തൊഴിലില്ലാത്തൊരു മീൻ എന്താ കിടക്കുന്ന ഈ മീനെ കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. പിന്നീട് കുറെ മീനുണ്ടായിരുന്നു. എനിക്ക് ആ മീനിനെ എന്തൊരു ഭംഗിയായിട്ട് ഞാൻ കണ്ടെന്നറിയാം. പിന്നീട് മീനില്ലായിരുന്നു. പിന്നീട് വേറെ മീനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറെ മീനിനെ കണ്ടപ്പോ നല്ല നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയുള്ളൂ. പിന്നെ കുറെ ഇഷ്ടം എനിക്ക് ഫ്രണ്ട്സ്. പിന്നീട് പാമ്പുപോലെ കുറെ മീനുണ്ടായിരുന്നു. ഒരു ഹോളിന്റെ അകത്തൊരു ഒളിച്ചിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ വാപ്പ എടുത്ത് ഇറങ്ങി. വാപ്പ അതൊന്നും മൈൻഡ് ഇല്ലായിരുന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് വലിയ പാമ്പ് മീനാണ്. നല്ല നീളമുണ്ടായിരുന്നു. എനിക്ക് അതിനെ കണ്ടിട്ട് ഭയങ്കര പേടിയായി. അതാണ് പുറത്തിറങ്ങി ഫ്രണ്ട്സ്. അത് കണ്ടപ്പോഴാണ് ഞാൻ പേടിച്ചു. പാമ്പിനെ പോലെ എഴയുന്നുണ്ടായിരുന്നു. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ പാമ്പോലത്തെ മീനിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടാ തന്നെ എനിക്ക് ഇഷ്ടാവൂല. ഇത് ജെല്ലി ഫിഷ് ആണ്. നല്ല ജെല്ലി ഫിഷ്. എനിക്ക് കണ്ടിട്ട് എന്നെ നന്നായിട്ട് ഇഷ്ടമായി. പിന്നീട് കുറെ മീനുകൾ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു
പക്ഷെ ഇഷ്ടമെങ്കിൽ പറയാം, കുഴപ്പമില്ല. ഞാനാണെങ്കിൽ പിന്നീട് എന്തൊക്കെയോ വരവുള്ള ഒരു മീനുകളൊക്കെ കണ്ടു. പിന്നീട് ഞാൻ എന്തൊക്കെയോ മീനിനെ കണ്ട് കറങ്ങി വെക്കുകയായിരുന്നു. പിന്നീട് ഫാമിലി ആയിട്ട് വന്ന് കാണുക. ഇത് നോക്കൂ, ബലൂൺ പോലത്തെ ഫിഷ്. എനിക്ക് ഭയങ്കര ഇഷ്ടായി ആ ഫിഷിനെ. നിങ്ങൾ കണ്ടോ? പല്ലുള്ള ഫിഷ്. അത് പറയാൻ വയ്യ, എനിക്ക് ചിരി വരുന്നു എനിക്ക്. പിന്നീട് വേറൊരു മീന്, അത് സൂപ്പർ ആയിട്ടുണ്ട്, എനിക്ക് വലിയ ഇഷ്ടായി. അടുത്ത നമ്മൾ എവിടെ പോണെന്ന് എനിക്ക് തന്നെ ഇറങ്ങി ഇവിടെ. പിന്നീട് നമ്മൾ ഇതൊക്കെ തിന്നൂരാഴ്ച ഇറങ്ങിയതാണ്. അപ്പോഴാണെങ്കിൽ അവിടെ എന്തോ ഒരു ഫിഷ് പോലെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് നോക്കാനായിട്ട് കുറച്ചൊക്കെ നടന്നു. അപ്പൊ നമ്മള് അതൊക്കെ കാണാനായിട്ട് കാഴ്ചകളൊക്കെ കണ്ടു പോവുകയാണ് അകത്തോട്ട്. ഇത് നോക്ക്, വലിയ ആമ. എനിക്ക് തോന്നുന്ന കടലൊക്കെ ഉള്ള ആമയാണെന്നാണ്. നല്ല നീന്തുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടെ ഞാനൊരു ഒരു ചെറിയ ആമയെ കണ്ടു. അത് ഇതിനെ പോലെ നീന്തുന്നൊന്നുമില്ലായിരുന്നു. അത് പയ്യെ നീന്തുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോഴാണ് ഇതൊക്കെ
മീനൊക്കെ നമ്മൾ കണ്ടത് കുറെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ മീനും ആമ മുതലെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് കടലിന്റെ അടിയിലുള്ള വേറെ മീനുകളൊക്കെ കണ്ടു. മ്യൂസിയത്തിൽ പോയാൽ മതി ഇതിനെ പോലെ ടൈഗറിനെയൊക്കെ കാണാൻ പറ്റും. എനിക്ക് അത് എന്താണെന്ന് പോലും അറിയാൻ പറ്റിയില്ല. വെള്ളമുള്ള പിന്നെ പച്ച കളറിലുള്ള വെള്ളമായിരുന്നു. പിന്നീട് ഒരു തൊലിയില്ലാത്ത മീന്. എനിക്ക് ആ മീൻ എന്ന് പറഞ്ഞപ്പോ തന്നെ ചിരി വന്നു. പിന്നെ അവിടെ കല്ല് വെച്ച് സ്റ്റെപ്പ് പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചു. അത് ഒരു കല്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുറെ മീനുണ്ടായിരുന്നു. ഇത് ഷാർക്കാണ്. ഇത് ബേബി ഷാർക്കാണ്. ഇത് കടിക്കുമെന്നാണ് അവര് പറയുന്നത്. നമ്മള് കണ്ടിറങ്ങിയപ്പോ തന്നെ ഗേറ്റ് ക്ലോസ് ആയിരുന്നു. നമ്മളാണ് ലാസ്റ്റ് ടിക്കറ്റ്. പിന്നീട് നമ്മള് വേറെ വഴി കൂടെയാണ് പോയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.